ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഡെലിവറി വ്ളോഗ് ഡെലിവറി വ്ളോഗല്ല, എൻ്റെ ഒരു സെക്കൻഡ് ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി 30 പക്ഷേ ഫെബ്രുവരി 15 ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജാൻ 30 ആയപ്പോഴേക്കും എനിക്കൊരു പെയിൻ പോലെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു ലേബർ പെയിൻ പോലെ തോന്നുന്നുണ്ട്, സോ ഇനിയിപ്പോൾ ഒന്ന് വീട്ടിൽ പോകണ്ട, അവിടെ തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഓൾറെഡി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഫസ്റ്റത്തെ ഡെലിവറി സിസേറിയൻ ആയിരുന്നുള്ളൂ, അപ്പോൾ സെക്കൻഡ് ഡെലിവറി നമുക്ക് നോർമൽ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആയതുകൊണ്ട് തന്നെ അവർ സെക്കൻഡ് ഡെലിവറിക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒന്നും വെക്കില്ല. നോർമലി പെയിൻ വരികയാണെങ്കിൽ മാത്രമേ അവരതിനെ ട്രൈ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ പോയി, അതിന് ശേഷം എനിക്ക് കുറച്ചൊക്കെ പെയിൻ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് മണിക്കൂറൂടെ നമുക്ക് നോക്കാം. പക്ഷെ അവർക്ക് കുറേ നേരം ട്രൈ ചെയ്യാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഇത് അങ്ങനെ കുറേ ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിച്ചസ് നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റിച്ചസിനൊക്കെ എന്തെങ്കിലും പറ്റി അത് റിസ്ക്കി ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനെ റൂമൊക്കെ എടുത്ത് അഡ്മിറ്റായിട്ടോ. അപ്പോൾ റൂം എടുത്ത് അഡ്മിറ്റായിട്ട് മീൻസ് രാവിലെ തന്നെ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ പെയിൻ കുറച്ചായിട്ട് വരുന്നുണ്ട്, പക്ഷേ വലുതായിട്ട് വരുന്നില്ല. അപ്പോൾ ഡോക്ടർ ഉച്ചവരെ നോക്കിയിട്ടും അങ്ങനെ വലിയ പെയിൻ അങ്ങോട്ട് പ്രോഗ്രസ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഒരു 6 o'clock നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 o'clock നോക്കി എനിക്ക് പെയിൻ വരുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഡൈലേഷൻ വരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ഡേ 9:30 നമുക്ക് സിസേറിയൻ ഷെഡ്യൂൾ ആക്കാമെന്ന് പറഞ്ഞു. അതിനിടയിൽ നല്ല പെയിൻ വന്നിട്ട് നോർമലി ഡെലിവറി ആവുകയാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 9:30 ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ റൂമിലേക്ക് തന്നെ വിട്ടു. റൂമിൽ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര പെയിൻ അല്ല, ഒരു പെയിൻ വരുന്നുണ്ട്, ഇങ്ങനെ കോൺട്രാക്ഷൻ പോലെ, അങ്ങനെ വയറൊരു ഇങ്ങനെ ടൈറ്റായിട്ട് വരും, പിന്നെ ആ കോൺട്രാക്ഷൻ ഒരു ലൂസാവും. പക്ഷേ അതൊരു ലേബർ പെയിനായിട്ട് പ്രോഗ്രസ് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഒരു രാത്രി ഒരു 11 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഇതിങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ലേബർ റൂമിലേക്ക് തന്നെ പോയി, എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഇനി നമുക്ക് റിസ്ക് എടുക്കണ്ട, കാരണം ഇത് മീൻസ് എന്തായാലും ഡൈലേഷൻ ആവുന്നില്ല, അപ്പോൾ പിന്നെ നമ്മൾ സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി 12 മണിക്കാണ് നമ്മുടെ സിസേറിയൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളുടെ ജാൻ 30 നമ്മളുടെ ബേബി ബോയ് ലൈക്ക് സിസേറിയൻ സെക്ഷനിലൂടെ ഡെലിവറി ആയത് കേട്ടോ. നോർമൽ ഡെലിവറി അല്ലായിരുന്നു, അപ്പോൾ സിസേറിയൻ ഡെലിവറി ആയിരുന്നു. ബട്ട് അവർ മാക്സിമം 1 day ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, മീൻസ് നോർമലി ഇത് വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിച്ചൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു എന്താ പറയുക, പിന്നെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം രാത്രി റൂമിലേക്ക് മാറ്റിയിട്ടു. അപ്പം എനിക്ക് മീൻസ് നമുക്ക് നോർമലി ഉള്ള പെയിൻ മീൻസ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ആ സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്കൊരു സഹിക്കബിളാണ്. ലൈക്ക് ആ ഒരു 1 week നമുക്കിപ്പോൾ എണീറ്റിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ കിടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ പെയിൻ നല്ല പീക്കിലെത്തുക. അല്ലാത്ത സമയത്ത് നമ്മളിപ്പം ചുമ്മാ കിടന്നുകൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പെയിൻ അറിയില്ല. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാകുമ്പോൾ അവർ ഇഷ്ടംപോലെ മെഡിസിൻസ് കയറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 1 week ആകുമ്പോഴേക്കും ഏകദേശം നമ്മൾ ഹീലായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരിക. പിന്നെ ഈ കാണുന്ന വീഡിയോസും എൻ്റെ ഞാൻ പറയുന്ന സ്റ്റോറിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ബട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. അപ്പം ഇനി ഡെലിവറി ചെയ്യാൻ പോകുന്ന എല്ലാ മദേഴ്സിനും സെക്ഷൻ ആയാലും നോർമൽ ആയാലും നമുക്കൊരു ഹെൽത്തി ബേബീനെ കിട്ടിയാൽ മതി. അപ്പം നിങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ മതി. താങ്ക് യു. Something deep within, something new lets me emerge from my